കുറേ സന്ദേശങ്ങൾ വരുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും നല്ല നല്ല സന്ദേശങ്ങൾക്ക് നന്ദി. നമുക്കെന്നാ ബീഹാറിലേക്ക് പോകാം. 10ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയാകാൻ നിതീഷ് കുമാർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 11:30 നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ. ആഭ്യന്തര വകുപ്പ് BJPക്ക് നൽകുമോ എന്നതിലാണ് ആകാംക്ഷ. BJPക്ക് 16ഉം JDUവിന് 14ഉം LJPക്ക് 3 മന്ത്രിമാരാണുള്ളത്. PR സുനിൽ നമുക്കൊപ്പം ചേരുകയാണ്. PR സുനിൽ, ഗുഡ് മോർണിംഗ്. നിതീഷ് കുമാറിന് ബൈ പറഞ്ഞ് വിടാമെന്നൊക്കെയുള്ള ആ മോഹങ്ങളെല്ലാം പൊലിഞ്ഞു. നിതീഷ് കുമാർ 10ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഒപ്പമുള്ളത് ആരൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും ഇത്തവണ BJPക്ക് കിട്ടുന്ന വകുപ്പുകൾ? സുജയ, ഗുഡ് മോർണിംഗ്. പട്നയിലെ ഗാന്ധി മൈതാനം ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാവിലെ 11:30 മണിക്കാണ് നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJPയുടെ മുഖ്യമന്ത്രിമാർ, TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ള നേതാക്കൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ തന്നെ വലിയ സാന്നിധ്യം ഇന്ന് പട്നയിലുണ്ടാകും. അങ്ങനെ NDAയുടെ ഒരു കരുത്ത് കാട്ടൽ കൂടിയായിരിക്കും നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2020 നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. അന്ന് 71 സീറ്റ് BJP നേടിയെങ്കിലും 43 സീറ്റ് മാത്രമാണ് JDUവിന് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ വലിയ മുന്നേറ്റമാണ് രണ്ട് പാർട്ടികളും ബീഹാറിൽ നേടിയത്. ഏതായാലും ഇത്തവണ പ്രധാനമന്ത്രി കൂടി എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും ഒരു കോമ്പിനേഷന്റെ വിജയം എന്നുള്ള നിലയിലാണ് ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എത്ര മന്ത്രിമാരുണ്ടാകും എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ എന്നത്. കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായതുപോലെ തന്നെ 2 ഉപമുഖ്യമന്ത്രിമാരാണ് ഉണ്ടാവുക. സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും. മറ്റ് 20 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. 36 മന്ത്രിമാരാണ് ആകെ ഈ ഒരു മന്ത്രിസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷേ ആർക്കൊക്കെയായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ചുള്ളത് ഉള്ള ഒരു ധാരണ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തര വകുപ്പ് വേണം എന്നത് BJP ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നിതീഷ് കുമാറിന്റെ JDU ആയിരുന്നു ആഭ്യന്തര വകുപ്പ് ഇതുവരെ കൈകാര്യം ചെയ്യുന്നത്. ബീഹാറിൽ നമുക്കറിയാമല്ലോ, ക്രമസമാധാന പ്രശ്നമായിരുന്നു ഏറ്റവും വലിയ വിഷയം. നിതീഷ് കുമാർ അത് വൃത്തിയായി കൈകാര്യം ചെയ്തു എന്നതാണ് നിതീഷ് കുമാറിന് ഇപ്പോഴും തലയെടുപ്പോടെ ബീഹാറിൽ നിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തവണ ആഭ്യന്തര വകുപ്പ് വേണം എന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. ധനം, ആരോഗ്യം ഒക്കെ തന്നെ JDUവിന് നൽകാം എന്ന് BJPയും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരും. ഏതായാലും 20 പേർ കൂടി നിതീഷ് കുമാറിനൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, PR സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സത്യപ്രതിജ്ഞ ഇന്നാണ്. അപ്പോൾ പാറ്റ്നയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുക്കുന്നുണ്ട്. ആരൊക്കെയായിരിക്കും മന്ത്രിമാരായി എത്തുക? എങ്ങനെയായിരിക്കും കഴിഞ്ഞ തവണത്തെ അതേ ക്യാബിനറ്റിന്റെ ഒരു ഘടന തന്നെയായിരിക്കുമോ അതോ ഘടനാമാറ്റം വരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ള ആകാംക്ഷ.